ഹായ്. ഇപ്പോൾ ഏതൊരു കാര്യത്തിനും AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഒരു ഫോട്ടോയിൽ ഡ്രസ്സ് മാറ്റുന്നതും ഡ്രസ്സ് റിമൂവ് ചെയ്യുന്നതും ഇങ്ങനെ തുടങ്ങി AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള AI ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ വിവിധ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടോട് കൂടി നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോകൾക്ക് ക്ലാരിറ്റി കൂട്ടാം, ഒരു ഫോട്ടോയിൽ നിന്ന് ടെക്സ്റ്റ് ആക്കി മാറ്റാം. മാത്രമല്ല, നമുക്ക് കമന്റുകൾ ഇടാൻ നേരത്ത് വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമന്റുകൾ ഇടാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇതുപോലെ വാട്സപ്പിൽ എൻ്റെ പേരൊക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെയാണ്. ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇംഗ്ലീഷിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ നമുക്കൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ക്രിക്കറ്റ് എന്നുള്ള വാക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിക്കറ്റിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ചാറ്റ് GPT വരെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇത് ഐഫോണിലും കമ്പ്യൂട്ടറിലും ആൻഡ്രോയിഡിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫീച്ചറുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വീഡിയോയിൽ നിന്ന് MP3 ആക്കാം, MP3യിൽ നിന്ന് വീഡിയോ ആക്കാം. അങ്ങനെ ഒരുപാട് എഫക്റ്റുകളും ഒരുപാട് ഓപ്ഷനുകളും ലഭ്യമായിട്ടുള്ള ഒരു AI ടൂളാണ്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ച് ദീർഘിച്ചു പോകുന്നില്ല. ഇതിന്റെ ചെറിയൊരു ഉപയോഗം ഞാൻ കാണിച്ചു തരാം. മറ്റുള്ള ഉപയോഗങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇത് സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് എന്താതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജി വീഡിയോകൾ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക. ഇതിനായി നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഐഫോണിലായാലും ആൻഡ്രോയിഡിലായാലും കമ്പ്യൂട്ടറിലായാലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിളിൽ നിങ്ങൾ ന്യൂസ് ആർട്ടിക്കിൾ .ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിലും വിശദമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ന്യൂസ് ആർട്ടിക്കിൾ .ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ന്യൂസ് ആർട്ടിക്കിൾ എന്നുള്ള ഭാഗത്തിൽ സ്പേസ് ഒട്ടും ഇല്ലാതെ വേണം സെർച്ച് ചെയ്യാനായിട്ട്. സ്പേസുകൾ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കി ഇതുപോലെ ന്യൂസ് ആർട്ടിക്കിൾ .ഓൺലൈൻ എന്ന് സ്ക്രീനിൽ കാണുന്ന അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മാജിക് AI ടൂൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഈ ഒരു 3 ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 ഓപ്ഷൻ കാണാൻ സാധിക്കും. ടെക്സ്റ്റ്, AI റൈറ്റർ, ഇമേജ്, ഡിസൈൻ, ഒതേഴ്സ് എന്നുള്ള 5 ഓപ്ഷൻ. ഈ ടെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട്, ജനറേറ്റർ, ഇമോജീസ് തുടങ്ങി 5ഓളം ഓപ്ഷൻ ഇവിടെ കാണാം. വേൾഡ് കൗണ്ടർ, ആഡ് ടെക്സ്റ്റ് ടു ഫോട്ടോ, ടെക്സ്റ്റിൽ നിന്ന് ഫോട്ടോ ആക്കി മാറ്റാം, വേൾഡ് കൗണ്ടർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഇതിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഫോണ്ട് ജനറേറ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ആൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള ഫോണ്ടുകൾ നമുക്കിവിടെ കിട്ടും. മാത്രമല്ല, കൂൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വെറൈറ്റി ആയിട്ടുള്ളത്, ഫാൻസി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ജസ്റ്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുകയൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, AI റൈറ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. കണ്ടന്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കണം. ഇപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ചാണെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കണമെങ്കിൽ നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് എന്താണോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനെക്കുറിച്ചുള്ള വിശദമായ ഇൻട്രൊഡക്ഷൻ നമുക്ക് ലഭിക്കും. മാത്രമല്ല, AI റൈറ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒട്ടുമിക്ക ആളുകളും ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് ഗ്രാമർ ക്ലിയർ ചെയ്തിട്ട് നമ്മളൊരു സെൻറ്റൻസ് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാമർ കറക്റ്റായിട്ട് ശരിയായ ഇംഗ്ലീഷ് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ തരും. ഈ എഡിറ്റ് ടെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഗ്രാമർ ചെക്കർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്.
അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു രീതിയിലൂടെ ഇംഗ്ലീഷ് പഠിക്കുക. ഇങ്ങനെ ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഞാൻ അതിലേക്ക് നീണ്ടു പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിക്കും. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഡിസൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, പ്രൊഫൈൽ പിക്ചർ മേക്കർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. കളറില്ലാത്ത ഫോട്ടോ കളറാക്കാം, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൊഫൈൽ പിക്ചർ മേക്കർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫൈൽ പിക്ചർ മേക്ക് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിനോ ഫേസ്ബുക്കിനോ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സെലക്ട് ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഗ്യാലറിയിലുള്ള ഫയൽ ഇതുപോലെ ഇതിലേക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടത് ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിടിലൻ രൂപത്തിലുള്ള പ്രൊഫൈൽ പിക്ചർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിലേക്ക് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ആവണ വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ശേഷം ഇവിടെ ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് ആവശ്യമായത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. മാത്രമല്ല ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇതിലും ലഭ്യമായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഫോട്ടോ മനോഹരമാക്കണമെങ്കിൽ ബോർഡറൊക്കെ നമുക്ക് ഷെയ്ഡ് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇതിനനുസരിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഡൗൺലോഡ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് DP ആക്കാനും ഫേസ്ബുക്കിൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്യാനും ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്യും, ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒട്ടനവധി ഫീച്ചറുകൾ ലഭ്യമായിട്ടുള്ള ഒരു കിടിലൻ AI ടൂളാണിത്. നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. അതിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു AI ടൂളാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.